കാസർഗോഡ്, മലപ്പുറം ജില്ലകളിൽ മതപഠന സ്ഥാപനങ്ങളിൽ പഠിച്ചിരുന്ന നിരവധി കുട്ടികളെ പീഡനത്തിന് ഇരയാക്കിയ വീരന്മാരെ സമർത്ഥമായി വലയിലാക്കി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി 15ഓളം പോക്സോ കേസുകളിൽ പ്രതികളായ സഹോദരങ്ങൾ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ വെച്ചാണ് അതിസാഹസികമായി കേരള പോലീസ് പിടികൂടിയത്. കാസർഗോഡ്, മലപ്പുറം ജില്ലകളിലായി 15ഓളം പോക്സോ കേസുകളിൽ പ്രതികളായ സഹോദരങ്ങളെ അതിസാഹസികമായാണ് കേരള പോലീസ് പിടികൂടിയത്. മലപ്പുറം മേൽപ്പത്തൂർ സ്വദേശികളായ മണ്ണാൻതറ വീട്ടിൽ മുഹമ്മദ്, നൌഫൽ എന്നിവരാണ് പിടിയിലായത്. ഇന്ത്യ നേപ്പാൾ അതിർത്തി ഗ്രാമമായ റക്സോളിൽ വെച്ചാണ് ഇവരെ പോലീസ് സംഘം വളഞ്ഞത്. മതപഠന സ്ഥാപനങ്ങളിൽ താമസിച്ച് പഠിക്കുന്ന നിരവധി കുട്ടികളാണുള്ളത്. ഈ കുട്ടികളെയാണ് ഈ സഹോദരങ്ങൾ പീഡനത്തിന് ഇരയാക്കിയത് എന്ന് പോലീസ് വ്യക്തമാക്കി. പീഡന വിവരം കുട്ടികൾ പോലീസിനെ അറിയിച്ചു, വീട്ടിൽ അറിയിച്ചു. ഇതോടെ പ്രതികൾ നാട്ടിൽ നിന്നും മുങ്ങുകയായിരുന്നു. മംഗലാപുരം, ബാംഗ്ലൂരു, മഹാരാഷ്ട്ര, ബീഹാർ, ഉത്തർപ്രദേശ് തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ ശേഷം ഇവർ അതിർത്തി കടന്ന് നേപ്പാളിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. പ്രതികൾ രാജ്യം വിട്ടതറിഞ്ഞ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ നേപ്പാൾ പോലീസുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതമാക്കി. ഇതോടെ നേപ്പാളിലും തങ്ങൾ സുരക്ഷിതരല്ല എന്ന് മനസ്സിലാക്കിയ പ്രതികൾ തിരികെ ഇന്ത്യയിലേക്ക് തന്നെ കടക്കാൻ ശ്രമിച്ചു. ഈ രഹസ്യ വിവരം ലഭിച്ച കേരള പോലീസ് സംഘം ഇവരെ പിന്തുടരുകയും ഇന്ത്യ നേപ്പാൾ അതിർത്തി ഗ്രാമമായ റക്സോളിൽ വെച്ച് പിടികൂടുകയുമായിരുന്നു. തിരൂർ ഡിവൈഎസ്പി AM സിദ്ദിഖിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് ടീമും വളാഞ്ചേരി പോലീസും സംയുക്തമായാണ് അതിസാഹസികമായ ഓപ്പറേഷൻ പൂർത്തിയാക്കിയത്. ബീഹാറിൽ നിന്നും വളാഞ്ചേരിയിൽ പ്രതികളെ എത്തിച്ച് തിരൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അറസ്റ്റ് വിവരം പുറത്തുവന്നതോടെ കാസർഗോഡ്, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ നിന്നായി കൂടുതൽ പേർ ഇവർക്കെതിരെ പരാതിയുമായി രംഗത്തെത്തുന്നുണ്ട് എന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിനും തെളിവെടുപ്പിനുമായി പ്രതികളെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം. മദ്രസ പഠന കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള നിരവധി കേസുകളാണ് കഴിഞ്ഞ 2-3 ആഴ്ചകളായി, ചിലപ്പോൾ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ഒരുപാട് കേസുകളാണ് ഇത്തരത്തിൽ പീഡന കേസുകൾ പുറത്തുവരുന്നത്. എന്തായാലും മദ്രസകൾ വളരെ ശക്തമായ രീതിയിൽ നിരീക്ഷണം നടത്തുക തന്നെ വേണം എന്ന് പോലീസ് അധികാരികളും അറിയിക്കുന്നു. പ്രത്യേകിച്ച് മലപ്പുറം, കാസർഗോഡ് ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള മദ്രസ വിദ്യാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് എന്ന ചില അഭിപ്രായങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഈ 15ഓളം കേസുകളിൽ പ്രതികളായ ഇവർ എന്നിട്ടും ധൈര്യപൂർവ്വം നാട് വിട്ട്, ഇന്ത്യ വിട്ട് പുറത്തേക്ക് പോകാനുള്ള ശ്രമം നടത്തുമ്പോൾ നേപ്പാളിലും ഇവരെ സംരക്ഷിക്കുന്നവർ ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം. എന്തായാലും പോക്സോ കേസിൽ പ്രതികളായ ഇവരെ അവരെവിടെയാണ് ഉള്ളത് എന്ന് വെച്ചാൽ അവിടെ ചെന്ന് അവരെ പൊക്കിയെടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന കേരള പോലീസിനെ അഭിനന്ദിക്കാതെ തരമില്ല. കേരള പോലീസിന് ഇത്തരത്തിൽ ശക്തമായ ഒരു നേതൃത്വം കൊടുത്തത് ചൈത്ര തെരേസ ജോൺ ആണ്. ഇത്തരത്തിലുള്ള കൊള്ളരുതായ്മകൾക്കെതിരെ വളരെ ശക്തമായി പ്രതികരിക്കുന്ന ഒരു പോലീസ് ഓഫീസർ കൂടിയാണ് ചൈത്ര തെരേസ ജോൺ. ന്യൂസ് ഡെസ്ക് കർമ്മസ്.